പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം കന്നിട്ട ബോട്ട് ജെട്ടി എന്ന് പറയും. ഈ നാട്ടിൽ പണ്ട് കാലത്ത് ഒരു മുരിക്കനുണ്ടായിരുന്നു. മുരിക്കനെ പ്രേക്ഷകർക്ക് അറിയാമല്ലോ. കുട്ടനാടിൻ്റെ ചരിത്രത്തിൽ മുരിക്കൻ്റെ സ്ഥാനം പിന്നെ എടുത്തത് ഞങ്ങളുടെ സഹപ്രവർത്തകനായ റിക്സനാണ്. റിക്സൺ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ നാടിൻ്റെ ചരിത്രവും വള്ളംകളിയുടെ വിശേഷങ്ങളും ഒക്കെ റിക്സൺ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും. അതേപോലെ തലസ്ഥാനത്ത് നിന്ന് ടി വി പ്രസാദ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്വന്തം ആലപ്പുഴയുടെ അധിപൻ മനീഷ് മഹിവാലുണ്ട്. എല്ലാവരും തയ്യാറാണ്, തലക്കിട്ട് നിൽക്കുന്നുണ്ടല്ലേ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മനീഷ്. ഗുഡ് മോർണിംഗ്. നമ്മുടെ ബാക്കി സംഘാംഗങ്ങളൊക്കെ അവിടെ പല കരകളിലുണ്ട്, പല ഭാഗങ്ങളിലായിട്ട് സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ തുടങ്ങിയോളം ഇനിയിപ്പോ ഇന്നത്തെ ദിവസം അങ്ങനെയാണല്ലോ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ ആലപ്പുഴയുടെ ഓരോ മണൽത്തിരിയും നേരിട്ടറിയാവുന്ന ആളാണ് നമ്മുടെ മനീഷ് മഹിവാൽ. അതേപോലെ ഈ പുന്നമടക്കായലിന്റെ തീരത്തെയും അടുത്തറിയാവുന്ന, എനിക്ക് തോന്നുന്നു വള്ളംകളിക്ക് വേണ്ടി ജനിച്ച മനുഷ്യരെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് അത്ഭുതമില്ല അല്ലേ റിക്സനെ കുറിച്ച്. റിക്സൺ കുട്ടനാട് എന്താണെന്ന് കുട്ടനാടിന്റെ ആത്മാവ് അറിയാവുന്ന ആളാണ്. ഫാദർ മുരിക്കാൻ കഴിഞ്ഞാൽ പിന്നെ കുട്ടനാടിനെ അടുത്തറിയാവുന്ന നമ്മുടെ റിക്സൺ എന്നാണ്. കുറച്ച് കൂട്ടി പറഞ്ഞതേ ഉള്ളൂ. റിക്സൺ സാർ, ഈ പ്രാവശ്യം പോരാട്ടം കനക്കും, ഒരു സംശയമില്ല. പള്ളാത്തുരുത്തി കിരീടം തിരിച്ചു പിടിക്കുമെന്നാണ് അവർ പറയുന്നത്. പള്ളാത്തുരുത്തിയും വില്ലേജും എല്ലാവരും ഒന്നിനൊന്നിന് മെച്ചമാണ്. ഈ തമാശ എന്തെന്ന് വെച്ചാൽ ഇത്തവണ കഴിഞ്ഞ തവണ വില്ലേജ് ബോട്ട് ക്ലബിന്റെ അസാമാന്യമായ പ്രകടനമായിരുന്നു കേട്ടോ. കഴിഞ്ഞ തവണ എനിക്ക് ഒരുപാട് ട്രോളും കിട്ടിയതാണ് നമുക്ക് എല്ലാവർക്കും. കാരണം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് ആയിരുന്നല്ലോ PBC ആണ് നമ്മൾ പിന്തുണച്ചത്. ജയിച്ചത് വിയപുരം ചുണ്ടലിലുള്ള നമ്മുടെ BBC കൈനഗരി. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. തീ പിടിപ്പിച്ചാണ് അവർ പോയത്. പക്ഷേ കേരള കോൺഗ്രസിന്റെ അവസ്ഥയാണ് അല്ലേ, ഒന്നടങ്കം എടുത്തോണ്ട് പോയി. ഇപ്പം അവര് തുഴയുന്ന ചുണ്ടനാണ് തലവടി ചുണ്ടനാണ് ഇത്തവണ. പക്ഷെ ഇപ്പോഴത്തെ ഒരു കഴിഞ്ഞ 2-3 വർഷമായിട്ടേ തോൽവി എന്നൊന്നും പറയാനില്ലായിരുന്നു സാർ. മൈക്രോ സെക്കൻഡ് തോൽവിയാണ്. കാരണം ഈ കിരീടത്തിന് വേണ്ടി ഇവിടെ വരുന്നത് അത് മൈക്രോ സെക്കൻഡിനാണ് നഷ്ടമാകുന്നത്. 5 മൈക്രോ സെക്കൻഡാണ് കഴിഞ്ഞ വർഷത്തെ കിരീടം പോയത്. പക്ഷേ ഈ പ്രാവശ്യം BBC ചരിത്രം എഴുതും. അത് BBC വില്ലേജ് ബോട്ട് ക്ലബ്ബ്. വില്ലേജ് ബോട്ട് ക്ലബ്ബ് യഥാർത്ഥത്തിൽ ഇപ്പോ ആരോമ ക്ലബ്ബായിട്ട് മാറി. കഴിഞ്ഞ തവണത്തെ വില്ലോമ അല്ലേ, ടീം അങ്ങോട്ട് മാറി. ആ ടീം അംഗങ്ങള് അരോമ ചുണ്ടലിലേക്ക് മാറി. പക്ഷെ വില്ലേജ് ബോട്ട് ക്ലബ്ബ് എന്ന് പറഞ്ഞ ക്ലബ്ബ് അതുപോലെ തന്നെ നിന്നു. അവര് നമ്മൾ ഈ പുതിയ ടീമിനെ വളർത്തി. അതായത് ഫീനിക്സ് പക്ഷിയെ പോലെ കുതിച്ചുയർന്ന് പറഞ്ഞില്ലേ, അതുപോലൊരു ടീം സെറ്റ്. ശരിക്കും പറഞ്ഞാൽ കണക്ക് ചോദിക്കാൻ ഇറങ്ങി വില്ലേജ് ബോട്ട് ക്ലബ്ബ്. അതായത് വേറെ പ്രശ്നമുണ്ട്. ഈ വില്ലേജ് ബോട്ട് ക്ലബ്ബ് കഴിഞ്ഞ പ്രാവശ്യം തുടങ്ങിയത് വിയപുരം ചുണ്ടലിലാണ്. ഈ വിയപുരം ചുണ്ടൻ ഇവർക്ക് കൊടുത്തില്ല, ടീം പോയതുകൊണ്ട്. വിയപുരം ചുണ്ടൻ വേറൊരു ക്ലബിന് കൊടുത്തു, അതായത് UBC FCക്ക് കൊടുത്തു. പക്ഷേ ടീം കിട്ടാതിരുന്നവര് തലവടി ചുണ്ടനില് ഈ പ്രാവശ്യം കളിക്കുന്നു. നമസ്കാരം. ഇത്തവണ ആരടിക്കും? നല്ല മത്സരമാണ്, നല്ല ടൈറ്റ് മത്സരമാണ്. ആരും പുറകോട്ട് മാറ്റി നിർത്താൻ പറ്റില്ല. എല്ലാവരും ഒന്നും മെച്ചമായിട്ട് കഴിഞ്ഞ തവണ പള്ളാത്തുരുത്തി ജയിക്കുന്നൊക്കെ കരുതിയെങ്കിലും ചെറിയൊരു പോരായ്മ ഉണ്ടായിരുന്നു. ആ പോരായ്മ ഇത്തവണ പരിഹരിച്ചുകൊണ്ട് പള്ളാത്തുരുത്തി ഉണ്ട്. ഉറപ്പായിട്ടും ഞാൻ കഴിഞ്ഞ തവണ വന്നിറങ്ങി അവസാനം അത് പോയി. ഈ പക്ഷെ അങ്ങനെ വരില്ല, ഈ പക്ഷെ അങ്ങനെ വരില്ല. ഉറപ്പ്. കാലാവസ്ഥ ഇപ്പൊ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്, ആശ്വാസമുണ്ട്. ഒരു കുഴപ്പമില്ല. വെള്ളം കയറിയായിരുന്നോ വീട്ടിൽ? വെള്ളം ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് കയറിയില്ല. നമ്മുടെ വീട്ടിലോ കയറിയില്ല. ബുദ്ധിമുട്ടുണ്ടായില്ല? കാര്യമായ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. വെള്ളം കയറില്ല. ഹാപ്പിയാണ് മൊത്തത്തിൽ. വള്ളങ്ങളെ ആഘോഷിക്കുക. ആഘോഷമാണ്. അടിപൊളി. അപ്പൊ പള്ളാത്തുരുത്തി ജയിക്കും. നമസ്കാരം. പള്ളാത്തുരുത്തി കയറി ഇത്തവണ പിന്നെ തർക്കമില്ല. തർക്കമില്ലായിരുന്നു. പക്ഷെ ജയിച്ചത് അത് ഇത്തിരി പോരാ. കപ്പിനും ചുണ്ടിനും അല്ല ഞങ്ങളുടെ കപ്പ് നഷ്ടപ്പെട്ടു. അത്രേ ഉള്ളൂ. 5 വർഷം ഞങ്ങൾ ജയിച്ചതാ. ഞങ്ങൾ നല്ലപോലെ ആഘോഷിച്ച ഒരു വർഷം പോയി. അപ്പൊ ഇത്തവണ വിട്ടു കൊടുക്കുന്നില്ല. ഓക്കെ. അപ്പൊ പള്ളാത്തുരുത്തി കരയുടെ ഒരു വികാരം കണ്ടോ ചേട്ടാ? ഉഷാറല്ലേ? വെള്ളമൊന്നും കയറിയില്ലല്ലോ വീട്ടിൽ? കുഴപ്പമൊന്നുമില്ലല്ലോ. നല്ല ആണ്. ഇത്തവണ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല അല്ലേ? ഉഷാറല്ലേ ജീവിതം? പള്ളാത്തുരുത്തി എടുക്കുമോ? ഉറപ്പായിട്ട് എടുക്കും എന്നാണ്. ഓരോ കരയിൽ പോകുമ്പോഴും ആത്മവിശ്വാസം ഉണ്ടല്ലോ, ചെറുതല്ല. ടി വി പ്രസാദ്, അതാണ് ഓരോ കരയിൽ പോകുമ്പോഴും ആ കരയിലെ ചുണ്ടനോടുള്ള ഒരു വല്ലാത്തൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് അല്ലേ? ഉറപ്പായിട്ടും. അത് ഈ ഭാഗത്തുള്ളവർ പള്ളാത്തുരുത്തി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇവർക്ക് ലൈഫ്. കുറച്ചങ്ങോട്ടേക്ക് മാറുമ്പോൾ അടുത്ത കാര്യമാവും, കുറച്ചങ്ങോട്ടേക്ക് പോകുമ്പോൾ അടുത്ത കാര്യമാവും. പക്ഷെ ആരാധകർ കൂടുതൽ
ഉള്ളത് പള്ളാത്തുരുത്തി കാണുന്നതാണ് തോന്നുന്നത്. അങ്ങനെയാണോ? ആരാധകർ കൂടുതൽ പള്ളാത്തുരുത്തിയാണോ? തീർച്ചയായിട്ടും പള്ളാത്തുരുത്തിയായിട്ടല്ലേ അതിന്റെ ഭാഗമായിട്ടല്ലേ നമ്മൾ ഇതെല്ലാം എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെന്താണ്? അടിച്ചു പൊളിക്കാൻ പോവാ, അടിച്ചു പൊളിക്കാൻ പോവാ. ആണോ? അപ്പൊ അത്ര ആത്മവിശ്വാസമുണ്ട്. ഇത് തന്നെയാണ് ഈ ലേബിള്. BBC, അടിപൊളി. സൂപ്പർ. ആത്മവിശ്വാസമാണ്. കഴിഞ്ഞ തവണ ഇതേപോലെ ആത്മവിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കഴിഞ്ഞ തവണത്തെ പുറമേയൊക്കെ മാറ്റി ഞങ്ങൾ ഇത്തവണ പരിപൂർണ്ണ ശക്തിയോടുകൂടി വരിക. ഓക്കെ. റിക്ഷൻ എന്റെ ചോദ്യം ഇതാ, ഈ നമ്മുടെ നാട്ടിലെ ഇവിടെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് ഏത് കരയിൽ നിന്നാണ്? പള്ളാത്തുരുത്തി കരയിലാണോ? ഇപ്പൊ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ജയിക്കും എന്ന് തന്നെ പറയും. ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ക്ലബ്ബ് ഏതാ? ഇവിടെ പള്ളാത്തുരുത്തിയിലാണ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. അതെ അതെ, എല്ലാ കരയ്ക്കും അവരവരുടെ ബോട്ടാണ്. അവർക്ക് എല്ലാ കരയ്ക്കും അവരവരുടെ ചുണ്ടനും അവരവരുടെ ബോട്ടേ ജയിക്കുമെന്ന് പറയും. പക്ഷെ ഈ പള്ളാത്തുരുത്തി ഇങ്ങോട്ട് വരുമ്പോൾ ഈ സൈഡില് നമ്മുടെ UBC ആയിക്കോട്ടെ, PBC ആയിക്കോട്ടെ, ഇവർക്കെല്ലാം വലിയ രീതിയിലുള്ള ആരാധകരാണ്, വലിയ ആവേശമാണ്. കാരണം ഇവിടെ ഇപ്പൊ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് അല്ലെങ്കിൽ ഒരു മാസമായിട്ട് ക്യാമ്പ്, അതിന്റെ ആവേശം, ആഘോഷം, ആ ആഘോഷ തിമർപ്പിലാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ബോട്ട് ക്ലബ്ബാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ ആവേശമുള്ള മറ്റൊരു സ്ഥലമുണ്ട്. നമുക്ക് പള്ളാത്തുരുത്തിക്ക് ആവേശം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ്, കൈനഗരിക്ക് ആവേശം വില്ലേജ് ബോട്ട് ക്ലബ്ബാണ്. അല്ലേ? കൈനഗരിക്കും. ഇനി അടുത്ത കര ഏതാ? കൈനഗരിയായി, പള്ളാത്തുരുത്തിയായി. ഇനിയുണ്ടല്ലോ UBC കൈനഗരിക്ക് രണ്ട് ക്ലബ്ബുകളുണ്ട് അല്ലേ? ഒന്ന് UBC ഉണ്ട്, BBC ഉണ്ട്. കൈനഗരിക്ക് മാത്രമേ ഉള്ളൂ 2 ക്ലബ്ബ്. കൈനഗരി സൂപ്പർ. കൈനഗരി അല്ലേ? അടിപൊളി. കൈനഗരി അടിപൊളിയാ. അത്രേ ഉള്ളൂ. പള്ളാത്തുരുത്തി കഴിഞ്ഞിട്ടുള്ള അടിപൊളിയെ കൈനഗരിക്കുള്ളൂ എന്നാണ് പള്ളാത്തുരുത്തിക്കാർ പറയുന്നത്. വായ്പാടനും മറ്റേ മേൽപ്പാടും ആണ്. 2 പറയുന്നുണ്ടോ? PBC 2 പള്ളാത്തുരുത്തിക്ക് 2 വള്ളമുണ്ടോ? പായിപ്പാടും PBC. പായിപ്പാടും ഓക്കെ, മേൽപ്പാടും. അപ്പം നാട്ടുകാർക്ക് ആവേശം വള്ളമായിരിക്കും, നമുക്ക് ഇത്തിരി ആവേശം എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ. ഇതാണ് രാജ ഇക്കായുടെ ചായക്കട. എല്ലാവർക്കും എല്ലാ തവണയും നമ്മുടെ മോർണിംഗ് ഷോ വൈബ് കിട്ടണമെങ്കിൽ രാജാക്കയുടെ ചായക്കട. എന്റെ സംശയം ചോദിക്കട്ടെ, 1947 അടിച്ച പെയിന്റ് ആണോ ഇത്? ഒരു മാറ്റമില്ല. കഴിഞ്ഞ തവണ വന്നപ്പോഴും ഇതേ നീല നിറം, ഇതേ വെള്ള നിറം, ഒരു മാറ്റമില്ല. എല്ലാം നാച്ചുറൽ പരിപാടിയാ, എല്ലാം വിറകില്ലാത്തുള്ള പരിപാടിയാ. ആ കരിപിടിച്ച സ്ഥലം അതേപോലെ തന്നെ ഇരിപ്പുണ്ട്, ഒരു മാറ്റമില്ല. ഗ്യാസ് പ്രതിസന്ധി വരുമ്പോ അവരെ നോക്കി പോടാ പുല്ലേ എന്ന് പറഞ്ഞ ഏക സ്ഥാപനം. അതായത് നമ്മുടെ ഇറാൻ നമ്മുടെ യുദ്ധം വന്നാൽ പോലും, ഇറാനും ഇസ്രായേലും കൂടിയുള്ള യുദ്ധം വന്നാൽ പോലും പോടറമ്പേ നമ്മൾ ജീവിക്കും. അതാണ്. അപ്പൊ രാജാക്കയുടെ ചായക്കടയിൽ കയറാം. ഇന്ന് എന്തൊക്കെയാണ് ഐറ്റം നമുക്ക് ആദ്യം ഒന്ന് പരിശോധിച്ചിട്ട് പോകാം. എല്ലാം ഓൺ ഡിസ്പ്ലേ. നമുക്ക് താഴെ നിന്ന് തുടങ്ങാം. നല്ല നെയ്യപ്പം ഇങ്ങനെ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്, നല്ല ഉഴുന്ന് വടയുണ്ട്, നല്ല ഒന്നാന്തരം പുട്ട്, ചിരട്ടപ്പുട്ടുണ്ട്, നല്ല ഇടിയപ്പം ഉണ്ട്, അപ്പം ഉണ്ട്. പക്ഷെ ഇവിടുത്തെ ഐറ്റം ഇതൊന്നുമല്ല. നല്ല ബീഫ്, വിറകടുപ്പിൽ കത്തിച്ചെടുത്തിരിക്കുന്ന ബീഫും പൊറോട്ടയും. അതാണ് ഇവിടുത്തെ സ്മാർട്ട് ആയിട്ടുള്ള സംഭവം. വിറകടുപ്പിലാണ്. നമസ്കാരം. അതാ നമ്മുടെ താരം ഇവിടെയുണ്ട്. പ്രമോജി ഹാപ്പി അല്ലേ? രാജക്ക നമസ്കാരം. ഹാപ്പിയാണ്. നമ്മൾ കഴിഞ്ഞ തവണ വന്ന് ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയതാ. പക്ഷെ PBC തോറ്റപ്പോൾ നമുക്കൊരു സങ്കടമായി അല്ലേ? ഇത്തവണ നമ്മൾ ജയിക്കുമോ? തീർച്ചയായിട്ടും ജയിക്കും. ഇത്തവണ നമ്മൾ ജയിക്കും അല്ലേ? കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? എനിക്ക് വയ്യാതിരിക്കായിരുന്നു. എന്ത് പറ്റി? ശ്വാസം മുട്ടലൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. ശ്വാസം മുട്ടലായിട്ട് വന്നു. ഞാൻ ഡെയിലി വരികയില്ല, വല്ലപ്പോഴൊക്കെ ഇവിടെ വരും. അപ്പൊ ഡെയിലി ആരാ വരുന്നത് ഇവിടെ കച്ചവടത്തിന്? നമ്മളൊക്കെ തന്നെ ചെയ്യും അല്ലേ? ഇടയ്ക്ക് ഇങ്ങനെ വിശേഷ ദിവസങ്ങൾ വരും അല്ലേ? ഇന്ന് വന്നില്ല പിന്നെ എന്ന് വരാൻ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്കൊന്ന് തിരുവോണത്തിനേക്കാൾ ഇവിടുത്തെ അല്ലേ? തിരുവോണത്തിന് പോലും ഇത്ര പ്രാധാന്യം കാണത്തില്ല. പാലക്കാട് നമ്മുടെ ഈ പരിപാടിയൊക്കെ വന്നതിന് ശേഷം തിരക്കൊക്കെ കൂടിയോ? ഹോട്ടലിൽ കൂടി രാജാക്കയുടെ ചായക്കൾ ചോദിച്ചു വരുന്നവരുണ്ട് അല്ലേ? യൂട്യൂബിൽ അടിച്ചാൽ ശനി ഞായർ നല്ല തിരക്ക്. അപ്പൊ ഇന്നിപ്പോ രാവിലെ എന്താ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് എടുക്കുന്നത്? പൊറോട്ട, ബീഫുണ്ട്, അപ്പമുണ്ട്, ഇടിയപ്പമുണ്ട്, പുട്ടുണ്ട്. അപ്പൊ നമുക്ക് പൊറോട്ട ബീഫാണ് ഇവിടുത്തെ സിഗ്നേച്ചർ. നമുക്ക് പൊറോട്ട ബീഫ് ഒന്ന് രുചിച്ചുകൊണ്ട് തുടങ്ങാം. അപ്പൊ നമുക്കൊരു 2 പൊറോട്ട ചെയ്ത് കൊടുക്കാം. പ്രമോദേ പിന്നെ മാറ്റമൊന്നുമില്ല. അപ്പൊ എന്തെങ്കിലും പറയാറാ. പണ്ട് നമ്മുടെ നസീറിനെ കുറിച്ച് പറയും, നിത്യഹരിതം ബഹുമാനിക്കുന്ന ഒരാളാണ് പ്രമോജിയാണ് നമ്മുടെ താരം. ചേട്ടനോട് നാടക പ്രവർത്തന അപ്പോൾ വളരെ സന്തോഷമുള്ള ഒരു കാര്യം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മള്
2 പൊറോട്ടയിലും ഒരു ബീഫിലും തുടങ്ങുന്നു ഇന്നത്തെ വാർത്താ പ്രഭാതം. ഒരു കുഞ്ഞിടവേളയൊക്കെ അതിനിടയ്ക്ക് എടുക്കും. നമുക്ക് എടുത്താലോ? അപ്പോൾ നമ്മളൊരു വാർത്തയും കൂടെ നമ്മൾ പ്രേക്ഷകർക്ക് കൊടുക്കും. അപ്പോൾ നമ്മൾ ബീഫൊക്കെ ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാൻ കൊച്ചിയിലെ വീട് വർക്ക് ഇവിടെ ഹൗസ് ബോട്ടിന്റെ വർക്കാണ്. ഉഷാറല്ലേ? ഉഷാറാണ്. ബിസിനസ് എങ്ങനെ ഉണ്ട്? അങ്ങനെ കുഴപ്പമില്ല, അങ്ങനെ പോകും. കുഴപ്പമില്ല, പോകുന്നുണ്ട്. നമസ്കാരം. എവിടുന്നാണപ്പാ? കരുനാഗപ്പള്ളി. ബോട്ട് വള്ളംകളി കാണാൻ വരുന്നതാണോ? വള്ളംകളി കാണാൻ വേണ്ടി ആണോ? എങ്ങനെയുണ്ട് ഇവിടുത്തെ പൊറോട്ടയും ബീഫും? ഇവിടെ വന്നപ്പം രാജാക്കട ചായക്കടയിലെ പൊറോട്ടയും ബീഫും സൂപ്പറാണെന്ന് പറഞ്ഞു, ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ പൊറോട്ടയും ബീഫും ഒരു ചായയും, ചൂട് ചായയും, ഒരു പുതിയ വൈബല്ലേ? അതെ തീർച്ചയായിട്ടും. പ്രതീക്ഷിച്ചില്ലല്ലോ. പണ്ട് നമ്മൾ ഇവർക്ക് കോട്ടയത്തുകാർക്കാണ് ബീഫ് ഉണ്ടാക്കാൻ ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത്. കഴിച്ചിട്ട് മതി, ചേട്ടൻ കഴിച്ചിട്ട് മതി. അപ്പോൾ കോട്ടയത്തുകാർക്കാണ്. പക്ഷെ രാജാക്കയുടെ കടയിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വൈബ് വേറെയാണ്.